as we rise. There's no one like you, none like you. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. And if our God is for us, then who could ever stop us? And if our God is with us, then what can stand against? And if our God is for us, then who could ever stop us? And if our God is with us, then what could stand against? Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God, our God is greater.
God. Thank you, Jerusha and Jerina, for wonderfully leading us in this worship. May the Lord continue to use you mightily and bless you in all the things that you're doing for the Lord. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഹാലിൽ കുഞ്ഞുങ്ങളോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കളെയും ഒരിക്കൽ കൂടെ കർത്തൃദാസന്മാരെയും വന്ദനം ചൊല്ലുമ്പോൾ തന്നെ എനിക്ക് ക്രിസ്തുവിൽ ഏറ്റവും പ്രിയരായിരിക്കുന്ന കർത്തൃദാസന്മാർ ഏറെ ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നാം എഫേസ്യ ലേഖനത്തിന്റെ 68ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Tonight or today we are with the class 68 episode or class of the studies from the book of Ephesians. May the Lord keep us in his presence with a prayerful act. As I always mention, let me repeat it again. There are 3 particular words that we are basing upon which we are continuing the studies. 3 പ്രത്യേക പദങ്ങൾ നാം എഫേസ്യ ലേഖനത്തിൽ നിന്ന് പറക്കിയെടുത്തിട്ട് അതിൻ്റെ ചിന്താധാരകളിൽ നിന്നാണ് നാം ഈ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് 3 W ആണ്. 3 W: വെൽത്ത്, വോക്ക് ആൻഡ് വാർഫയർ. വെൽത്ത്, വോക്ക് ആൻഡ് വാർഫയർ. ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒന്നാമതായി നാം പഠിച്ചു കഴിഞ്ഞു. രണ്ടാമതായി നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വിഷയമായിരിക്കുന്ന പ്രായോഗിക ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വോക്ക് എന്നുള്ള വിഷയമാണ്. അവസാനത്തെ അധ്യായമായിരിക്കുന്ന 6ാം അധ്യായത്തിൽ നമുക്ക് പോരാട്ടത്തെക്കുറിച്ച്, ക്രിസ്തീയ യുദ്ധങ്ങളെക്കുറിച്ച്, ക്രിസ്തീയ പോരാട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ വാർഫെയറിനെ കുറിച്ച് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഇത് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Now tonight for study we are actually using chapter number 5, and towards the end of the chapter number 5 we are meditating from these verses, the last few verses from the chapter number 5 of Ephesians. എഫേസ്യ ലേഖനത്തിന്റെ 5ാം അധ്യായത്തിന്റെ അവസാന ചില വാക്യങ്ങളിലൂടെയാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്തകൾ നാം വീണ്ടും കൊണ്ടുപോകുന്നത്. ലിവിങ് ബൈ ബീങ് ഫിൽഡ് ഇൻ സ്പിരിറ്റ് എന്നുള്ള വലിയൊരു സബ്ജക്റ്റാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായുള്ള ഒരു ജീവിതം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് നാം പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചു, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ, ക്രിസ്തുവിനെ ഭയപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ ഭയത്തിൽ അവർക്ക് കീഴടങ്ങുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുവീൻ എന്നുള്ളതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് പഠിക്കുവാനിടയായിത്തീർന്നു. കഴിഞ്ഞ ആഴ്ച നാം അല്പമായിട്ട് പഠിച്ചത് ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം, ഭാര്യമാരോടുള്ള ബന്ധത്തിൽ അവരെ എങ്ങനെ പോറ്റി പുലർത്തണം, അല്പമായിട്ട് നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. ലാസ്റ്റ് few weeks we have been studying upon what the wives are supposed to be doing in their Christian marriage towards their husbands, how to be submissive to their husbands, and hallelujah, in the fear of God, how to obey the husbands. And the husbands also must obey their wives. And not only that, we already touched base last week that the husband should nourish and hallelujah, take care of their wives. Glory to God. Tonight we will again meditate on the same subject as to what the husbands are supposed to be doing as per the instructions of the Bible, especially in Ephesians chapter 5. എഫേസ്യ ലേഖനം 5ാം അധ്യായത്തിൽ പ്രത്യേക വേദപുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ ഭാര്യമാരോട് എങ്ങനെ ഇടപെടണം എന്നുള്ളതാണ്.
ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നാണ് പൗലോസ്ലീഹ ഉപദേശിക്കുന്നത്. Just like Christ loved the church and gave himself to her, in the same similar manner, the husbands must also love their wives. So, how did Christ love the church? എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? അതുപോലെയാണ് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്. ഭാര്യമാരോട് പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കാൾ ഒത്തിരി പ്രസക്തമായ, ഒത്തിരി ഭാരിച്ച, ചെയ്യുവാൻ വളരെ പാടുള്ള ഒരു നിർദ്ദേശമാണ് ഭർത്താക്കന്മാരോട് പൗലോസ് നിർദ്ദേശിക്കുന്നത്. കാരണം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? സ്വർഗോന്നതികളിൽ പിതാവിന്റെ വലത്തുഭാഗത്തുണ്ടായിരുന്ന പദവികളും മഹിമകളുമെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. നമ്മുടെ ഈഗോയും നമ്മുടെ പദവികളും നമ്മുടെ പണപ്രാപ്തികളും നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളും ഒരു ഭാര്യയുടെ മുമ്പിൽ അതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് ഹൃദയമായി സ്നേഹിക്കണം എന്നാണ് ഈ വാക്യങ്ങളിലൂടെ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി ക്രിസ്തു സഭയെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് തൻ്റെ സ്വന്തം ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട്, ത്യജിച്ചുകൊണ്ട്, തൻ്റെതായ ജീവനും രക്തവും മുഴുവനുമായി ഊറ്റിക്കൊടുത്തുകൊണ്ട് സഭയെ സ്നേഹിച്ച കർത്താവ്. ദ ഹസ്ബൻഡ്, ഒരു ഭർത്താവ് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ തൻ്റെ സമയം, തൻ്റെ പദവികൾ, തൻ്റെ ഉയർച്ചകൾ, തൻ്റെ കഴിവുകൾ എല്ലാം ഒരു ഭാര്യയുടെ മുമ്പിൽ വിനയപ്പെടുത്തിക്കൊണ്ട്, സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആണ് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്. By sacrificing everything, Jesus has loved his bride, the church, and he gave his life to the church. And in a similar manner, Paul is instructing the husbands to love their own wives as Christ loved the church. And verse number 29 says, "For no one ever hated his own flesh, but nourishes and cherishes it, just as Christ also does the church." ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തു സഭയെ ചെയ്യുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ എങ്ങനെ സ്നേഹിച്ചതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതിൻ്റെ ഒരു നിർവചനം ഇവിടെ പറയുകയാണ്. പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്നതായ വിധത്തിൽ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു. ആദ്യമേ പറഞ്ഞത് സ്വർഗത്തിലുണ്ടായിരുന്ന തൻ്റെ മഹിമകളും പദവികളും എല്ലാം വെടിഞ്ഞ ക്രിസ്തു, തൻ്റെ സ്വന്തം ശരീരം പോലും ജീവൻ പോലും വെടിയുന്ന ക്രിസ്തു, അങ്ങനെ സമ്പാദിച്ച ഈ സഭയെ പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ പൗലോസ് പരിചയപ്പെടുത്തുന്നു. ഒരു ഹസ്ബൻഡിനോട് പറയുകയാണ്, ഭർത്താവിനോട് പറയുകയാണ്, ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. അതുപോലെ ആണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടത് എന്നാണ് പറയുന്നത്. Just like Christ nourishes and cherishes
his bride, the church, even today. The husbands are also ought to nourish and cherish the wife. So the two words that we can pick from these words that are nourishing and cherishing. രണ്ട് പ്രത്യേക പദങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പിറക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നത്, ഒന്ന് നറിഷിങ് അല്ലെങ്കിൽ പോഷിപ്പിക്കുക, പോറ്റുക എന്നുള്ളതാണ്. രണ്ട് ചെറിഷിങ് അല്ലെങ്കിൽ പരിപാലിക്കുക, പുലർത്തുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് പോറ്റി പുലർത്തുക എന്ന ഒറ്റ ആ ഫ്രേസിനകത്തത് പറയുമ്പോൾ ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറേണ്ടതായ സ്നേഹത്തിന്റെ രീതിയെ കുറിച്ചാണ് പറയുന്നത്. What does it mean by to cherish? To cherish refers to the love in the way a husband treats his wife. ഒരു ഭാര്യയെ എങ്ങനെയാണ് ഒരു ഭർത്താവ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു നികൃഷ്ട ജീവിയായിട്ടല്ല, പാത്രം കഴുകുന്ന ഒരു സ്ത്രീയായിട്ടല്ല, എല്ലാവർക്കും എല്ലാം വെച്ചു വിളമ്പി കൊടുക്കുന്ന ഒരു സഹോദരിയായിട്ട് മാത്രമല്ല. ഒരു ഭാര്യയെ തൻ്റെ ഭർത്താവ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ആ രീതിക്കാണ് ചെറിഷിങ് എന്ന് പറയുന്നത്. Cherishing is the kind of love that the husband can show to his own wife. And it says in the book, in the epistle of John, and he says, love that is not expressed in action is not a Christian love, nor is it the love of Christ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ പ്രകടമാകാത്ത സ്നേഹം ക്രിസ്തീയ സ്നേഹമല്ല, അത് ക്രിസ്തുവിന്റെ സ്നേഹവുമല്ല. പ്രവൃത്തിയിൽ പ്രകടമാകാത്ത സ്നേഹം. 1 യോഹന്നാൻ 3:18. The 1 John chapter 3 verse 18 says, Christ is not one who sits in heaven sending messages of love. Christ is the one who came down himself and gave himself for us. Praise God. എവിടെയോ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കുറച്ച് സന്ദേശങ്ങൾ അയക്കുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടിത്താണ് ലോകത്തിൽ എല്ലാം വെടിഞ്ഞിറങ്ങി വന്ന ആ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കർത്താവാണ് ദൈവസഭയുടെ ഭർത്താവ്. Glory to God. ക്രിസ്തു ഇപ്പോൾ സഭയെ പരിപോഷിപ്പിക്കുന്നത്, പോറ്റിപ്പുലർത്തുന്നത്, അതുപോലെയാണ് ഒരു ഭർത്താവ് ഭാര്യയെ പോറ്റിപ്പുലർത്തേണ്ടത്. So nourishing, what is nourishing? Nourishing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷിപ്പിക്കുക എന്നുള്ളതാണ്. പോഷിപ്പിക്കുക, physical nourishment. Example, a husband can help the wife in cooking, making sure the wife is eating well and keeping a good health. In a similar way, a husband is responsible to spiritually feed the wife and his family. ആത്മീയ നിലവാരത്തിൽ ഒരു കുടുംബത്തെയും പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയെയും പുലർത്തുക, ആത്മീകമായി പുലർത്തുക എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. അതിനാണ് സ്പിരിച്വൽ നറിഷിംഗ് എന്ന് പറയുന്നത്. So verse number 27, if we look at verse number 27 from chapter 5 of Ephesians, it says he might present the church to himself in all her glory, having no spot or wrinkles or any such thing, but that she would be holy and blameless. മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു, കറാച്ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ
സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന്. എന്തിനാ സ്നേഹിക്കുന്നത്? എന്തിനാ ചെറിഷ് ചെയ്യുന്നത്? എന്തിനാണ് നറിഷ് ചെയ്യുന്നത്? ഈ സഭ ദൈവത്തിന് മുമ്പാകെ തേജസ്സോടെ നിഷ്കളങ്കയായി ശുദ്ധയായി നിൽക്കേണ്ടതിനാണ്. ഇതുപോലെയാണ് ഹസ്ബൻഡ് തൻ്റെ വൈഫിനെ പരിപാലിക്കേണ്ടത് എന്നാണ് പറയുന്നത്. So let me just give you an illustration or an example so we can understand this very well. If you are able to imagine with me about a nest in which there are baby birds are there, and it's a rainy day, in the nest the rain is coming, and the baby birds are so chilling inside, very cold, they can't bear the cold there. Because they're baby. And what does the mother bird do? The mother bird comes and sit near the nest and spread her two wings and cover the nest with her wings, so that not even one drop of the rain will come inside the nest. And not only that, she will warm the small little baby birds inside the nest with her warm wings. എന്താണ് ഒരു തള്ളക്കളി മഴയുള്ള ദിവസത്തിൽ കൂട്ടിനകത്ത് വിറങ്ങിലിച്ച് തണുത്തിരിക്കുന്ന മഴ പെയ്തിരിക്കുന്ന കൊച്ചു കുഞ്ഞു കിളികൾക്ക് വേണ്ടി ചെയ്യുന്നത്? തന്റെ ചിറകു വിടർത്തിയ ആ കുഞ്ഞുങ്ങളെയും ആ കൂടിനെയും പൊതിഞ്ഞുകൊണ്ട് തൻ്റെ ചൂടുള്ളതായ ആ ചിറകിനകത്തു നിന്ന് വരുന്നതായ ചൂടുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പൊതിയുമ്പോൾ തണുത്തു വിറങ്ങലിച്ചിരിക്കുന്നതായ ഈ കുഞ്ഞുങ്ങൾ ചൂടുപിടിച്ച് വളരെ സന്തോഷമുള്ളവരായി തീരുന്നത് പോലെ ക്രിസ്തു സഭയെ പരിപാലിക്കുകയാണ്. ഹൗ? When the church goes cold, when a believer in his spiritual life goes cold, this is exactly what Christ, the mother bird, would do. It comes down, and he comes down with his wide wings and cover the believer and cover the church and give them the warmth, so that they will not, hallelujah, feel the cold anymore, but they will cherish, and they will be nourished, and they will feel the warmth under the wings of Jesus. Hallelujah. And in the similar way, Paul is instructing the husband to cherish the wife. The wife can go cold because of any issues or disappointments, and because she can become sick. She can be sick. She can't do any work at home. She cannot go to work in her workplace. She's so sick. So this is the duty of the husband, to spread the wing and cover the wife and give her the warmth, that she is no more cold. She will be cherished. ഭാര്യമാർ പലപ്പോഴും രോഗികളാകുമ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ, വീട്ടിലെ ജോലികൾ ചെയ്യുവാൻ കഴിയാതെ ഭാരത്തിലാകുമ്പോൾ, മാനസികമായ ഭാരങ്ങളിലാകുമ്പോൾ, ശാരീരികമായിരിക്കുന്ന വേദനകളിലാകുമ്പോൾ ഒരു ഭർത്താവിനോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ചൂട് നൽകുന്നതുമായ ആ ചിറകുകളെ വിടർത്തിക്കൊണ്ട് ആ ചിറകിൻ്റെ ഉള്ളിൽ അവരെ ഒന്ന് ചൂട് കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സ്നേഹമായിരിക്കും അത്.
ഇങ്ങനെയാണ് ക്രിസ്തു സഭയെയും പരിപാലിക്കുന്നത്. സഭ തണുത്തു പോകുമ്പോൾ, വിശ്വാസികൾ വിശ്വാസത്തിൽ ആത്മീയ നിലവാരത്തിൽ തണുത്തു പോകുമ്പോൾ, സഭയുടെ നാഥനായിരിക്കുന്ന ഭർത്താവായിരിക്കുന്ന ക്രിസ്തു തൻ്റെ വിരിക്കപ്പെട്ട ചിറകുകൾ കൊണ്ട് അതിനെ പൊതിയുമ്പോൾ, അതിനകത്തുനിന്ന് ലഭിക്കുന്ന ആത്മീക ചൂട് ലഭിക്കുമ്പോഴാണ് സഭ ഉണർവ് പ്രാപിക്കുന്നത്. ഒരു മനുഷ്യൻ ഉണർവ് പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ചൂടേറിയ ആ ആ ചിറകുകൾ നമ്മെ നമ്മുടെ ആത്മീകമായിരിക്കുന്ന തളർച്ചയിൽ പൊതിയുമ്പോഴാണ്. നാം എന്തായിത്തീരുന്നെന്നറിയാമോ? ചൂടുള്ളവരായി, വീണ്ടും തണുത്തു പോകാതെ ആത്മീയ നിലവാരത്തിൽ നിലകൊള്ളുവാനായിട്ട് ഇടയായിത്തീരുന്നു. Glory to God. Hallelujah. Amen. So, the other part of the cherishing is also when the wives are disappointed. Disappointed means they can become also angry sometimes because of many things in the marriage or the Christian married life. They can become so angry or disappointed sometimes because they are also human beings. We have to understand that. And there can be pressure. There can be some certain things they're going through in their workplace with their colleagues. They can also be disappointed and become angry sometimes. So, it is a duty of the husband to make them cold with the same wings. Hallelujah. How? Praise the Lord. Just like Jesus cherishes us with his spiritual warmth and his spiritual, hallelujah, embraces that he does with us. Hallelujah. Glory to God. The warmth of Christ, the anointing oil of Christ will also make us joyful as the part of church, the body of Christ. Hallelujah. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലുകൾ നമ്മുടെ ഏത് നിലവാരങ്ങളിലും നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന, നമ്മെ ചൂടുള്ളവരാക്കി നിർത്തുന്ന, നമ്മുടെ ചൂടേറിയ അനുഭവങ്ങളിൽ നമ്മെ തണുപ്പിച്ചു നിർത്തുന്ന കർത്താവിൻ്റെ കരുതലിൻ്റെ ആ കരം പോലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് ആയിരിക്കണമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. Glory to God. Let's look at Psalms number 39 verse 3. Psalms number 39 verse 3. The writer of that psalm, David, says he was so cold one day spiritually. He was a little bit away from God. He was not able to pray. He was not able to praise. He became spiritually cold. But Psalms number 39 verse 3 says, my heart was hot within me. While I was musing, the fire burned. Then I spoke with my tongue. ഒരിക്കൽ ദാവീദ് വളരെ തണുത്തുറഞ്ഞ ആത്മീയ നിലവാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, പാടാൻ കഴിയാതെ ഒക്കെ ആയിരിക്കുന്ന ദാവീദ് അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഒരു കരമിറങ്ങി വന്നു. ആ കരത്തിന്റെ ചൂട് തന്റെ ഹൃദയത്തിന് തട്ടിയപ്പോൾ 39-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. മറ്റൊരിടത്ത് ദാവീദ് വളരെ ഭാരപ്പെട്ട് ഒരു ചുട്ടുപൊള്ളുന്ന തീക്കകത്ത് കിടക്കുന്ന അവസ്ഥയിൽ ദാവീദ് കിടക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന തീക്കകത്ത് കിടക്കുന്ന അവസ്ഥയിൽ ദാവീദ് കിടക്കുകയാണ്. 23-ാം സങ്കീർത്തനത്തിൽ താൻ പറയുന്നു, ഞാൻ അങ്ങനെ കിടന്നപ്പോൾ
മൂന്നാം വാക്യം, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദാവീദിനെ വേഗത്തിൽ ഇറങ്ങി വന്ന നല്ല ഇടയന്റെ നല്ല സ്പർശനം എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ പ്രാണന് തണുപ്പ് നൽകുവാനായിട്ടിടയായി. 23-ാം സങ്കീർത്തനം 3-ാം വാക്യം. So another time David was going so hot as his burdens increased, his heart was so warm that he was so much disappointed, and then he was not able to focus on God because of the trials and troubles and problems all around him. And then he says in Psalms number 23 verse 3, he says, he restores my soul, he restores my soul. See, in our daily married life, there can be differences between husbands and wives. The instructions to husbands are to warm your wives so that they can no longer go cold or saddened. And also the other instructions to the husbands are to restore the wives so that they will not go disappointed anymore. തണുപ്പിക്കുവാനും ചൂട് നൽകുവാനും എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അത് പ്രയോഗിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ ഒരു ഹസ്ബൻഡിന് കഴിയണം എന്നാണ് പൗലോസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ആരെ പോലെ? ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ പോറ്റി പുലർത്തുന്നു. നറിഷിംഗ് ആൻഡ് ചെറിഷിംഗ്. ഇങ്ങനെയാണ് പറയുന്നത്. See what God does for Israel in Deuteronomy chapter 32 verse 11. ആവർത്തന പുസ്തകം 32-ന്റെ 11-ാമത്തെ ദൈവം ഇസ്രായേലിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? കഴുകൻ തന്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ തൻ ചിറകു വിരിച്ചു അവനെ എടുത്തു, തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. What does it say in Deuteronomy chapter 32 verse 11? Just like an eagle teaching its young to fly, catching them safely on its spreading wings, the Lord kept Israel from falling. താഴെ അവരെ പരിപാലിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന് 31-ാമത്തെ ആയത്തിന്റെ 5-ാമത്തെ വാക്യം പറയുന്നു, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും, അവൻ അതിനെ കാത്തുരക്ഷിക്കും, നശിപ്പിക്കാതെ അവൻ അതിനെ പരിപാലിക്കും. Like birds hovering overhead, the Lord will shield Jerusalem. He will shield it and deliver it. He will pass over it and will rescue it. Glory to God. So this is why in Ephesians also, Paul is instructing every husband to cherish and nourish their wives. Glory to God. The scholars of the Bible says there are 13 absolutely remarkable husbands and wives in the Bible. There are 13 of them. ബൈബിളിൽ 13 തികച്ചും ശ്രദ്ധേയരായ മാതൃകയുള്ളവരായ ദമ്പതിമാരുണ്ടെന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. 13 പേരുണ്ട്. എല്ലാവരുടെയും പേര് നമുക്ക് കഴിഞ്ഞെടുത്ത് പറയുവാനായിട്ട് കഴിയുമെങ്കിലും ഇന്ന് രാത്രി ഒരു പ്രൈം എക്സാമ്പിൾ ആയിരിക്കുന്ന ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു ദമ്പതികളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. അവരാരാണെന്നറിയാമോ? സുവിശേഷങ്ങളിൽ കാണുന്ന
യോസേഫും മറിയയും അവര് വളരെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ സ്റ്റഡിക്ക്. And I want to give you the prime example, husband and wife, out of those 13 couples in the Bible. Joseph and Mary, and they are mentioned in the Gospels, beginning chapters of the Bible, of the Gospels. That this couple who had the privilege of being part of God's plan for Jesus Christ on earth, ഭൂമിയിൽ യേശുക്രിസ്തുവിനായുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാകുവാനുള്ള പദവി ലഭിച്ച ഒരു ദമ്പതികളാണ് യോസഫും മറിയയും. So instead of running away and leaving Mary to give birth and raise Jesus all by herself, Joseph joins and supports her in this new journey. യേശു കുഞ്ഞിനെ പ്രസവിക്കുവാനും വളർത്തുവാനും വേണ്ടി ഉള്ള ഉത്തരവാദിത്വം മറിയയ്ക്ക് മാത്രം നൽകിക്കൊണ്ട്, മറിയെ തനിച്ചാക്കിക്കൊണ്ട് ഓടിപ്പോകുവാനുള്ള അവസരങ്ങൾ ഉള്ളപ്പോഴും അങ്ങനെ ചെയ്യാതെ യോസഫ് അവളോടൊപ്പം ചേർന്ന് നിന്ന് ഈ യാത്രയിൽ അവളെ നറിഷ് ചെയ്ത് ചെറിഷ് ചെയ്യുന്ന ഒരു നല്ല ഹസ്ബൻഡിനെ നമുക്ക് യോസഫിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. If you look at Matthew chapter 1 and 2, we can see what Joseph has done there. What did this couple do? Joseph and Mary put God's plan and purpose over everything else. വിട്ടുപോകുവാനും ഓടിപ്പോകുവാനും തള്ളിക്കളയുവാനും ഒക്കെ ഒത്തിരി സാധ്യതകൾ ജോസഫിന്റെ മുമ്പിലുണ്ടായിരുന്നപ്പോഴും മറിയെ ചേർത്ത് പിടിച്ച് ജോസഫ് നിന്നതിന്റെ ഒരൊറ്റ കാരണം എന്തെന്നറിയാമോ? ജോസഫിന് ഒരു കാര്യം വെളിപ്പെട്ടു. ദൈവത്തിന്റെ പദ്ധതിയാണിത്. God's plan and purpose is in this matter. അത് ജോസഫിന് വെളിപ്പെട്ടത് കൊണ്ടാണ് തള്ളിക്കളയാൻ ഒത്തിരി സാധ്യതകൾ ഉള്ളപ്പോഴും ഈ സഹോദരിയെ തള്ളിക്കളയാതെ ആ മനുഷ്യൻ ചേർത്ത് നിർത്തിയത്. ഭർത്താക്കന്മാർ ഭാര്യമാരെ ചേർത്ത് നിർത്തേണ്ടത് തള്ളിക്കളയുവാൻ ഒരുപാട് കാരണങ്ങൾ കാണും, ഉപേക്ഷിക്കുവാൻ ഒരുപാട് കാരണങ്ങൾ കാണും. പക്ഷെങ്കിൽ ഇത് ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാൻ ഒരു ഹസ്ബൻഡിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ കുറവുകളുള്ള ഭാര്യയെ ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കുറവുകളുള്ള, ആമേൻ, തള്ളിക്കളയുവാൻ ഒത്തിരി കാരണങ്ങളുള്ള ഏതൊരു ഭാര്യയെയും ഒരു ഭർത്താവിനെ സ്നേഹിച്ച് ചേർത്ത് നിർത്തുവാൻ കഴിയണമെങ്കിൽ ആ ഭർത്താവ് മനസ്സിലാക്കേണ്ട ഒരു രഹസ്യ സത്യമുണ്ട്. കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവിക പദ്ധതിയുമാണെന്ന് ആത്മാവിൽ മനസ്സിലാക്കുവാൻ ഒരു ഭർത്താവിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ എല്ലാം മറന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുവാൻ യോസഫിനെ പോലെ ഭർത്താവിന് കഴിയുകയുള്ളൂ. Glory to God. I hope you understand my point. Dear husbands, even though you have many reasons to say, my wife is not a good wife, even though you have many reasons to say, she is not capable, she does not know how to speak, she does not know how to cook, you may have thousands of reasons to blame her. But let me tell you, you must understand, the family is according to God's plan. And this is God's plan and purpose by which He united you both in this union of family. And that's the mystery and the truth every husband must understand. And only then the husbands can love and cherish and nourish the wives. And second thing, why Joseph loved Mary
and cherished her, nourished her, because he wanted to obey God more than the law of the land. നിയമം പറയുന്നത് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. കാരണം വ്യഭിചാരം പോലുള്ള ഒരു കുറ്റം നിയമത്തിന്റെ കണ്ണുകളിൽ മറിയ ചെയ്തിരിക്കുകയാണ്, നിയമത്തിന്റെ കണ്ണുകളിൽ. എന്നാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. പക്ഷെ നിയമത്തെ അനുസരിക്കുന്നതിനുമുപരി യോസഫ് ആരെ അനുസരിച്ചു? നിയമത്തിന്റെ ഉടയവനായിരിക്കുന്ന ദൈവത്തെ. അതുകൊണ്ടല്ലേ ആ കുടുംബജീവിതം ധന്യകരമായി മുന്നോട്ട് പോയത്? Praise God. So this is why the marriage of Joseph and Mary was a very good example for every family, because Joseph chose to obey God more than he obeyed the law of Moses. മോശയുടെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിനുമുപരി ദൈവത്തെ, ദൈവശബ്ദത്തെ അനുസരിക്കുവാൻ യോസഫ് തയ്യാറായത് കൊണ്ടാണ് ഈ യോസഫിന് ഈ മറിയെ സ്വീകരിക്കുവാനായിട്ട് കഴിയും. And before we close, let us also look at verse number 31 in Ephesians chapter 5. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം കൂടി ഒന്ന് നോക്കാം. അവിടെ ഇങ്ങനെ എഴുതുന്നു: അതോ നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. Verse number 31 of Ephesians chapter 5 says, for this reason a man shall leave his father and his mother and be joined to his wife, and the two shall become one flesh. One flesh. And of course, this is an Old Testament quotation from Genesis chapter 2, verse 24. പുസ്തകം 2-ാം അധ്യായത്തിന് 24-ലെ വാക്യമാണ് ഇവിടെ പൗലോസ് കോട്ട് ചെയ്തിരിക്കുന്നത്. And then Paul says, this is a great mystery. In verse number 31 it says, this is a great mystery. ഇത് ഈ മർമ്മം വലിയത് എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. So Paul is trying to typify the relationship between Christ and church as husband and wife being one flesh. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പൗലോസ് പ്രതീകാത്മകമാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ ഒരു ശരീരമാകുന്നു എന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുകയാണ്. Let me ask you this. Did Christ leave anything to love his bride and to be attached with the bride as her head? ക്രിസ്തു എന്തെങ്കിലും തന്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ വേണ്ടി വിട്ടുകളഞ്ഞോ? Christ left all the glories and positions he had in heaven with the Father and came down to this earth, covering himself with humanity. സ്വർഗത്തിൽ പിതാവിനോടൊപ്പം തനിക്കുണ്ടായിരുന്ന എല്ലാ മഹിമകളും മഹത്വങ്ങളും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചിട്ട് മനുഷ്യത്വത്താൽ തന്നെ തന്നെ പൊതിഞ്ഞുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി. As we conclude, let me tell you the proper marriage life or the proper married life. A man must leave his father and be joined to his wife as one flesh. And this is the biblical principle. Of course, it applies to the wife also. ഭാര്യയും ഭർത്താവും തങ്ങളുടെ മാതാപിതാക്കളെ വിട്ട് പിരിഞ്ഞ്
തമ്മിൽ ഒരു ശരീരമായിട്ട് പറ്റിച്ചേരുന്ന അവസ്ഥ. ഭാര്യയും ഭർത്താവും ഒരിക്കലും തങ്ങളുടെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുക എന്നല്ല, അവരെ വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേരുന്ന ഒരവസ്ഥയാണ് ഈ മാരീഡ് ലൈഫ് എന്ന് പറയുന്നത്. Glory to God. So let us now close our eyes and surrender ourselves tonight in the presence of the Lord. നമുക്കിന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. Glory to God. ഇന്ന് രാത്രി നാം കേട്ടതായ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെനി ജോർജ് ആണ് ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Let us close our eyes, bow down our heads as dearly loving Pastor Rennie George will pray, and then we will conclude this meeting. Hallelujah. Glory to God. Thank you, Jesus. Our Father, Lord God Almighty, we thank you for this blessed time that you have blessed us with, having your holy presence in our midst, enabling your servant, Pastor Prakash, oh Lord, to speak to us, oh God. Lord, we know that when you speak to us, oh God, we get revived and replenished and rejuvenated. Your word has got the power to cleanse us, heal us, and anoint us, oh God. Thank you, Lord, for the book of Ephesians that Apostle Paul has written for us. Lord, we are so much blessed through this epistle, oh God. We thank you, Lord, for every verse in this epistle, oh God. It is really awesome. It's wonderful. It's a great blessing for our Christian lives, oh God. Thank you, Lord. Thank you, Lord. Thanks be to God who always causeth us to triumph in Christ Jesus. Amen. Make manifest the savor of our knowledge through us in every place, amongst the people who perish and amongst the people who are saved. Thank you, Lord. We love you. Lord, thank you, Lord, for every dear ones who have attended this today's Bible study. Thank you, Lord, for your awesome presence in our midst. Thank you, Lord, for your servant who has expounded from the Word of God. It's become a great blessing for each one of us, oh God. We continue to pray for Pastor Prakash and his ministry. Continue to reign in him and rule over him. Bless him and his family. Pray for every participant who attended today's meeting. And pray for the needs, oh God. Cleanse each one of us. Heal us, oh God. Anoint us, oh God. We give you all glory and honor. We ask this prayer in the most precious name of our Lord and Savior Jesus Christ. Amen. Amen.